സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ദേ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ, നല്ല പിടിയും വറുത്തരച്ച കോഴിക്കറിയാണ് കേട്ടോ. 50 നോമ്പിൻ്റെ തലേ ദിവസം പേതൃത്താന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അതിന് എല്ലാവരുടെയും ഒന്നിച്ച് കൂടിയിട്ട് ഈ പിടി ഇറച്ചിയും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു, പണ്ടത്തെ കാലത്തൊക്കെ വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ടിപ്സും അതിൻ്റെ ട്രിക്സും ഒക്കെ കുറച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഇതൊക്കെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പഴമയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കണത് 1 കിലോ പുട്ടിൻ്റെ പൊടി, അതായത് പുട്ടിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ തരി ഉണ്ടാവുമല്ലോ, അതുപോലെ തരിയുള്ള പുട്ടിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. സാധാരണ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാമോ, നമ്മുടെ ചുമന്ന അരി ഇല്ലേ, പുഴുങ്ങാത്ത അരി, കുത്തരി എന്ന് പറയുന്നത്, ആ അരി നമ്മൾ വെള്ളത്തിലിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ തരിയോട് കൂടിയിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇത് വറുത്തേക്കണ പൊടിയാണ് കേട്ടോ. ഇനി തേങ്ങയും ഈ പൊടിയും കൂടെ ചേർക്കുന്നതിൻ്റെ മെഷർമെൻറ്റും കൂടെ പറഞ്ഞുതരാം. 1 കിലോ പൊടിക്ക് 2 മീഡിയം സൈസ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ 1 കിലോ അരി എടുത്താലും 1 കിലോ പൊടി എടുത്താലും ഒക്കെ ഏതാണ്ടൊക്കെ ആ രൂപത്തിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ പറയും നീട്ടി പറയില്ലെന്ന്. പക്ഷേ ഇത് പൊടിയിലും അരിയിലും ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വ്യത്യാസം എന്നുള്ളത് പറയാണ്ട് പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയണ്ടേ. ഇനി ഈ നമ്മൾ വറുത്ത പൊടി എടുത്തേക്കണത്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളം തളിച്ചിട്ട് വേണം ഇതിനെ മിക്സ് ചെയ്യാനായിട്ട്. തേങ്ങയും ഈ പൊടിയൊക്കെ ഇടി കൂടിയിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ പച്ച അരി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയും ആ പൊടിയും മാത്രം മതി. കാരണം ഇത് മിക്സ് ആവാനുള്ള വെള്ളം ആ പൊടിയുടെ അകത്ത് തന്നെ കാണും. അപ്പോൾ പിന്നെ നമുക്ക് വെള്ളം തളിക്കേണ്ടി വരില്ല. ഇപ്പം ഞാനൊരു 1.25 കപ്പ് വെള്ളം ഇതിൻ്റെ അകത്ത് ചേർത്ത് ഇത് നല്ലപോലെ പല പ്രാവശ്യങ്ങളിലായിട്ടാണ് കേട്ടോ. നമ്മൾ ഗോതമ്പിൻ്റെയൊക്കെ പൊടി നനയ്ക്കൂലേ ചപ്പാത്തിക്ക്, അപ്പോൾ അതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച്. ഇനി ഇത് പുതിയ പിള്ളേരുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ പൊടിഞ്ഞു പോകാണ്ടിരിക്കൂലേ, അങ്ങനത്തെ ഒരു പാകമാണ് ഇതിൻ്റെ നനവ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ തട്ടിപ്പൊത്തി ഇതുപോലെ വെക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ എന്നുള്ള പാലൊക്കെ ഈ പൊടിയിലേക്ക് ഇറങ്ങി പിടിച്ച് ഇത് നല്ല പാകത്തിന് അതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റിന് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ലിഡ് വെച്ച് ഇതിനെ അടച്ചതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതിനെ വറുത്തെടുക്കാൻ പോവാണ്. അതാണ് ഇനി ഞാൻ കാണിക്കണേ. ഞാൻ ഒരു ചെറിയ പാനിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിന് അല്ലെങ്കിൽ 2 ട്രിപ്പിനായിട്ടൊക്കെ ഈ പൊടി നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ചെറിയ പാൻ ഉള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ട് ഇത് 4 പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. വറുക്കുമ്പോൾ കൈ എടുക്കാതെ കൊണ്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ കളറിലേക്ക് മാറുമ്പോൾ ഞാനൊരു മുറത്തിൻ്റെ അകത്തേക്ക് ഇതിട്ടിട്ട് പരത്തിയിട്ട് കൊടുക്കുകയാണ്. പൊടി നല്ലപോലെ ആറി കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ നമുക്കിതിനൊരു അരിപ്പയുടെ അകത്തേക്കൂടെ വലിയ ഹോളുള്ള അരിപ്പ വേണം കേട്ടോ. അതിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്താണ് അരിക്കണത്. ഒന്ന് അരിച്ചെടുക്കാം. എന്താണെന്ന് അറിയാമോ, വല്ല കട്ടകളൊക്കെ കിടപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ദേവനമ്പ്രാൻ്റെ വേണമെന്നുണ്ട ഇതിൻ്റെ അകത്ത് അങ്ങനെ വലിയ കട്ടയോ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അരിച്ച് ഇടണത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് ശേഷം ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി മറന്നു പോകാണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ പൊടിച്ച് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം ഈ പൊടിയുടെ അകത്തുനിന്ന് ഒരു 2 കപ്പ് പൊടിയെടുത്ത് മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് പിടി ഉരുട്ടുന്ന സമയത്തും പിടി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതിനാവശ്യം വരും. അപ്പോൾ 2-3 കപ്പ് പൊടി നിങ്ങൾ മാറ്റി വയ്ക്കണത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി ഇതിൻ്റെ അകത്തേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ജീരകം, നമ്മുടെ സാദാ ജീരകം, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ പേസ്റ്റ് നമുക്ക് ഒരു കപ്പിലേക്ക് മാറ്റി കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വലിയൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊടി കുഴയ്ക്കാനായിട്ടുള്ള വെള്ളമാണ്. ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കണ ഒരു ഉള്ളിയുടെയൊക്കെ മിക്സിയില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഒരു 1/3 ഭാഗം ഉള്ളിയുടെ മിക്സ് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ. അതിനവിടെ വയ്ക്കാം നമുക്ക്. ഇനി ഉള്ളി അരച്ചതിൻ്റെ ബാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ഒരു പകുതി ഈ പൊടിയുടെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട്, ഉപ്പിൻ്റെ വെള്ളം ചേർക്കണം കേട്ടോ, വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നല്ല തിളച്ച വെള്ളം തന്നെ കോരി ഒഴിക്കണം. സ്പൂണും കൊണ്ട് ഇളക്കി നമ്മളിങ്ങനെ കൊടുക്കണം. നമ്മൾ വാട്ടി കുഴയ്ക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളമൊന്നും പോരാ, നല്ലപോലെ വെള്ളം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, 2 ലിറ്ററൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏതാണ്ട് മാവിൻ്റെ കുഴ അവിടെ ഇവിടെയൊക്കെ എത്തിയെന്ന് നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പൂൺ മാറ്റിയതിന് ശേഷം ഇതുപോലത്തെ ഒരു കപ്പ് എടുത്തിട്ട് അത് വെച്ച് തേച്ച് ഇങ്ങനെ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈ പൊള്ളയില്ല, എന്നാൽ നല്ലപോലെ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കണ പോലെ ആവുകയും ചെയ്യും. ഇത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട്
ചെറിയ ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യാമല്ലോ. വലിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്തും ഇതിന് വെള്ളം കുറവാണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ തിളച്ച വെള്ളം തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. ഇപ്പോൾ ഇത് ഞാനെടുത്ത് ഇച്ചിരി ഒന്ന് പാകം നോക്കുകയാണ്. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് ഈ വെള്ളത്തിൻ്റെ ഇത് പാകമാണ്. അപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് വലിച്ച് അടിച്ച് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മളൊന്ന് കൈ കൊണ്ട് കുഴച്ചിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ ഇനി വലിച്ച് അടിച്ച് കുഴച്ചെടുക്കണം. ആ കുഴയിലാണ് പിടി നമ്മുടെ ഉരുള ഉണ്ടാക്കുമ്പോൾ പൊട്ടി പോകാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ മയത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ അതിനെ വലിച്ച് അടിച്ച് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മൾ കൈ വെച്ച് തേച്ചിട്ടുള്ള കുഴയ്ക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ 3-4 പോർഷൻ ആക്കിയതിന് ശേഷം നമുക്കിതിനെ അടിച്ച് കുഴയ്ക്കാമെന്ന് പറയും. അതായത് മുകളിൽ നിന്ന് ഈ കട്ട നമ്മൾ കുഴയ്ക്കണ പാത്രത്തിൻ്റെ അകത്തേക്ക് അടിച്ച് കുഴയ്ക്കും. എറിഞ്ഞിങ്ങനെ അങ്ങ് ഇടുമ്പോൾ ഇതിൻ്റെ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം എറിഞ്ഞ് മുകളിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് തന്നെ എറിയണം കേട്ടോ. വേറെ എങ്ങടേക്കും പോകരുത്. ആ പാത്രത്തിലേക്ക് എറിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഏതാണ്ട് കംപ്ലീറ്റ് കുഴ തന്നെ ലെവലാവും. ഇത് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ പിടി ഉരുട്ടാനായിട്ടുള്ള സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മിക്സിങ് എല്ലാം കറക്റ്റാണ്. കണ്ടോ, മിക്സിങ് എല്ലാം കറക്റ്റാണെങ്കിൽ നമുക്ക് പതുക്കെ പിടി ഉരുട്ടി തുടങ്ങാം. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് 3 വലിയ ബോളുകളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ മൂടിയിടണം. ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഫോയിൽ പേപ്പറാണ് ഇട്ടേക്കുന്നത്. ഇനി പിടി ഉരുട്ടിയിടാനുള്ള പാത്രങ്ങൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കാം. വീടുകളിൽ എല്ലാവർക്കൊക്കെ സൗകര്യമായിട്ട് അവധിയൊക്കെ ഉള്ള സമയങ്ങളാണെങ്കിൽ എല്ലാവരുമൊക്കെ ഉണ്ടാവും പിടി ഉരുട്ടാൻ. ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയ പാത്രങ്ങളിലാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ പൊടി ഉണ്ടല്ലോ, ഒരു 3 കപ്പ് പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉരുട്ടിയിടുന്ന ഈ ബോളുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനിയും നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചേക്കണം നമ്മുടെ പിടിയുടെ മാവുണ്ടല്ലോ, ആ മാവെടുത്ത് നമ്മുടെ കയ്യിൻ്റെ അതായത് വിരലുകളുടെ ഉള്ളിൽ കൊള്ളാവുന്ന രൂപത്തിൽ പിടിക്കുക. ഇനി നിങ്ങൾക്ക് പിടിക്ക് എത്ര വലിപ്പമുണ്ടോ അത്രയും മാവെടുത്തിട്ട് കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഉരുട്ടുക. എന്നിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ കയ്യിൻ്റെ അയൻ്റിൽ ഞാൻ കാണിക്കണം അവിടെ കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കറക്റ്റിന് ആ ബോളുകൾ നല്ല റൗണ്ടായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടിയോ കുറയ്ക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. 2 ബോൾ വെച്ചിട്ട് ഉരുട്ടുന്നതാണിത്. ഇതൊക്കെ 2, 3, 4 ഒക്കെ ചെയ്യണവരുണ്ട്. നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 2, 3, 4 ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യണ കാണാം. ബോളുകളെല്ലാം ഉരുട്ടി ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, ഒന്നിൻ്റെ മീതെ വേറെ ഒന്ന് കയറി വരരുത്. കൂടുതൽ വെയിറ്റ് വരുമ്പോൾ അത് ചളുങ്ങിപ്പോകും. ഈ പിടി ഉരുട്ടി അവസാനം എത്തുമ്പോഴല്ല ഞാൻ കുറച്ച് മാവ് അതിൻ്റെ അകത്തുനിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഒരു ചെറിയ പോർഷൻ മാറ്റണുള്ളൂ. ഈ കാണുന്ന വലിയ പോർഷൻ എടുക്കണില്ല, അതിൻ്റെ പകുതി എടുക്കണുള്ളൂ. എന്നിട്ട് നമ്മളൊരു കപ്പിൻ്റെ അകത്തോ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് കൈ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് കലക്കി വയ്ക്കുക. ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അടുത്തത് ഒരു ടിപ്പാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഉരുളകൾ പിടി ഉണ്ടാക്കണ നേരത്ത് പൊടിഞ്ഞു പോകുന്നൊരു പേടിയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പേടിയുള്ളവർ ഈ ഉരുളകളെല്ലാം ഒന്ന് സ്റ്റീം കയറ്റിയിട്ട് എടുക്കുക. ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മീതെ എന്തെങ്കിലും ഓട്ടപാത്രം വെച്ചിട്ട് അങ്ങനെ ചൂടാക്കിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഉരുളകൾ ഒന്നും പൊടിയാതെ കൊണ്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പകുതി ഭാഗേ പുഴുങ്ങിയിട്ടുള്ളൂ. ബാക്കി പകുതി ഉരുളകൾ ഞാനവിടെ വെച്ചേക്കാണ്. ഇനി നമുക്ക് പിടി വേവിക്കാം. ഇത് എനിക്ക് വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ചെറിയ പാത്രങ്ങളിലായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ ബാക്കി വെച്ചിരുന്ന ഉള്ളിയുടെ മിക്സിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അതും പകുതി 2 ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ കളറ്. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചേക്കുന്ന ബാറ്ററിയില്ലേ, ആ ബാറ്ററി പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയും നല്ലപോലെ വെള്ളം വെട്ടി തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുളകൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതും ഇടുമ്പോൾ ഇങ്ങനെ കോരി വലിച്ചൊന്നും ഇടരുത്, വളരെ കെയർഫുള്ളായിട്ട് ഇടണം. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം ഇടാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്, അനക്കാനും എടുക്കാനും ഒന്നും പാടില്ല. ഇപ്പോൾ പിടി വേവാനും ആവശ്യത്തിനുള്ള വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ചില സമയത്ത് വെള്ളത്തിന് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒരു കെറ്റിലിൽ എവിടെയെങ്കിലുമായിട്ട് ഇടണം. ഇതിൻ്റെ അകത്തേക്ക് കണ്ടോ ഞാനിപ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. ഇനി ഇത് നല്ലപോലെ വെട്ടി തിളച്ചിങ്ങ് വന്നു കഴിയുമ്പോൾ നമുക്ക് വെട്ടി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇത് അനക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം പതിയെ ഇത് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ പാത്രമായിട്ടൊന്ന് അനക്കി കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചട്ടകം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കാം. അത് അടിയിൽ പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഇതിന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതിന് വേവിച്ചെടുക്കേണ്ടി വരും. വെള്ളം തിളപ്പിക്കുന്നത് തുടങ്ങി പിടിയിട്ട് അത് തിളച്ച് വരണ വരെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ ഈ ഇട്ടേക്കണ ഉരുളകൾ വെന്ത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സമയമെടുക്കും.
എന്താ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, അരമണിക്കൂറിൻ്റെ അടുത്ത് ഏതാണ്ട് 20-നും 30-നും മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഇത് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഒത്തിരി വലിയതായിട്ടുള്ള ഉരുട്ടിയാക്കണം, ഞാൻ മീഡിയം സൈസ് ഉരുളകളായിട്ടാണ് ഉരുട്ടിയാക്കണത്. ഇനി പിടിയൊക്കെ ഉരുട്ടിയപ്പോൾ നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടല്ലോ, ആ പൊടിയും നമ്മൾ മാറ്റി വെച്ചേക്കണ 3 കപ്പ് പൊടിയുടെ അകത്ത് ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ആ പിടിയുടെ വെള്ളത്തിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പിടി നല്ലപോലെ തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരുപാട് നമ്മളങ്ങോട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇട്ടേക്കണ ഉരുളകളെല്ലാം പൊട്ടിപ്പോട്ടോ, അത് അലിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും സൂക്ഷിച്ച് ഇളക്കി എടുക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ സ്റ്റീം ചെയ്തിട്ടാണ് ഈ ഉരുളകൾ ഇട്ടേക്കണത്, അതുകൊണ്ട് ഒരെണ്ണം പോലും പൊട്ടണില്ല ഇത്. ഇപ്പം നമ്മൾ ഒഴിച്ചേക്കണ വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആ ഒഴിച്ച വെള്ളം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഇതുപോലെ ഞാൻ മുറത്തിൻ്റെ അകത്ത് വാഴയില പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാഴയിലയുടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ. പിടിയെല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് അതിന് ഒന്ന് ലെവൽ ചെയ്യണം. ഇത് നല്ലപോലെ ചൂടാറി കഴിയുമ്പോഴേക്കും ഇത് നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കണ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ലെയർ ഉരുളകൾ വരെ കിട്ടാവുന്ന പിടിയാണ് കേട്ടോ. ഇത് ഈ കാണുന്ന പോലെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി 2 പ്രാവശ്യം ഉണ്ടാക്കിയാകുമ്പോഴേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പിന്നെ ഈ പൊടി വറുത്ത് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിടി തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്. അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു. ഞാനല്ല, കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക, ഉണ്ടാക്കുക കേട്ടോ. പിടിയുടെ റെസിപ്പിയുടെ റിക്വസ്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇടുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, കണ്ടാൽ പോരാ ഷെയർ ചെയ്യണം, ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാൽസ് പ്ലേറ്റ്.